ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡയറ്റും എക്സസൈസും ഒന്നുമില്ലാതെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വണ്ണം കുറയ്ക്കാം എന്നതിനെ പറ്റിയുള്ളതാണ്. വീട്ടിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് പൊടിക്കൈകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡയറ്റും എക്സസൈസും ഇല്ലാതെ നമ്മൾക്ക് എങ്ങനെ വണ്ണം കുറയ്ക്കാം? നമ്മുടെ ഡയറ്റിൽ അല്ലെ നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു മാസത്തിൽ 2 തൊട്ട് 4 കിലോ വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറവ്. അതായത് സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒരു പ്രോട്ടീൻ സോഴ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പുട്ടും പഴവും ഉപ്പുമാവും പഴവും കഴിക്കുന്നതിന് പകരം കടലക്കറി, മുട്ടക്കറി അങ്ങനെ നമ്മുടെ സോഴ്സിൽ ഡയറ്റിൽ, അതായത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒരു പ്രോട്ടീൻ സോഴ്സ് പയറുവർഗ്ഗങ്ങളാകാം, പരിപ്പാകാം നമുക്ക് ഉൾപ്പെടുത്താം. ചപ്പാത്തി മുട്ടക്കറിയും ആകാം, അപ്പവും ഗ്രീൻ പീസ് കറിയും ആകാം. അപ്പോൾ ഒരു പ്രോട്ടീൻ സോഴ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പം നമുക്ക് സാമ്പാറിൽ കുറച്ച് പരിപ്പ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ പരിപ്പിൻ്റെ സോഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊപ്പം സാമ്പാർ കഴിക്കാം. അപ്പം നമുക്കൊരു കോമ്പിനേഷൻ വെക്കാം. ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ പയറ് മെഴുക്കുരട്ടി, ബീൻസോ ചെറുപയറോ വൻപയറോ പരിപ്പ് കറിയോ എന്നാണെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ഉച്ചയ്ക്കും ഉണ്ടാകണം. അതിപ്പോൾ നോൺ വെജ് ആണെങ്കിലും അങ്ങനെയാകാം. ഡിന്നറിനും അതുപോലെ തന്നെ ഒരു പ്രോട്ടീൻ സോഴ്സ് ഉൾപ്പെടുത്തുക. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ അത്രമെങ്കിലും ഗ്രാം പ്രോട്ടീൻ നമുക്ക് വേണം. അപ്പോൾ പ്രോട്ടീൻ കുറവ് നമ്മളെ പലപ്പോഴും മെലിയുന്നതിന് തടസ്സമായി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ ഡയറ്റിൽ വരുത്തുന്ന മാറ്റം ഒന്ന് പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ 3 നേരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത് മെലിയാൻ നിങ്ങളെ സഹായിക്കും. കാര്യം പഞ്ചസാരയുടെ ഉപയോഗമാണ്. രാവിലെ പഞ്ചസാര ചായക്കൊപ്പം, വൈകിട്ട് പഞ്ചസാര ഇടുന്നു, ഗ്രീൻ ടീ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ പഞ്ചസാര ഇടുന്നു. അത് നമ്മളൊക്കെ മെലിയുന്നതിന് തടസ്സമാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡെയിലി പഞ്ചസാര ലിമിറ്റ് എന്ന് പറയുന്നത് 25 ഗ്രാമാണ്. നമ്മൾ 25 ഗ്രാം എത്രയോ മേലെ കഴിക്കുന്നു. ഒരു 8 ബിസ്ക്കറ്റ്, ഒരു 4 ബ്രെഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ആ ഡെയിലി ലിമിറ്റൊക്കെ നമ്മുടെ കടന്നു പോകും. അതുപോലെ നമ്മളിപ്പോൾ കേക്ക് കഴിക്കുമ്പോഴോ, ലഡു കഴിക്കുമ്പോഴോ, ജിലേബി കഴിക്കുമ്പോഴും ഒക്കെ ഈ ലിമിറ്റ് നമ്മുടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ 25 ഗ്രാമിൽ നിന്ന് നമുക്ക് ഏകദേശം 100 കാലോറി വരുന്നുണ്ട്. ഈ ലഡുവും ജിലേബിയും കേക്കും ബിസ്ക്കറ്റും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് 100 200 കാലോറിയൊക്കെ ആവുന്നുണ്ട് ഡെയിലി. അപ്പോൾ അത് കട്ട് ചെയ്താൽ തന്നെ ഡെയിലി നമുക്ക് അത്ര കാലോറി കുറവ് വരുന്നുണ്ട്. ആഡഡ് ഷുഗർ അടങ്ങിയ ആഹാരങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആകാം, ബേക്കറി ഐറ്റംസ് ആകാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഒത്തിരി കാലോറി നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആഡഡ് ഷുഗർ, പഞ്ചസാര നമ്മൾ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നു. പഞ്ചസാര അടങ്ങിയ ബേക്കറി സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഒത്തിരി കാലോറീസ് കുറയ്ക്കാൻ പറ്റും. ഈവനിങ് നമ്മൾ സ്നാക്കായിട്ട് കഴിക്കുന്ന ഐറ്റം, ഇപ്പോൾ ഒരു പപ്സ് ആകാം, ഒരു കട്ട്ലേറ്റ് ആകാം, പുറത്തുനിന്നുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു 200 തൊട്ട് 300 കാലോറി അങ്ങനെ തന്നെ കുറയ്ക്കാൻ പറ്റും. അടുത്തതായിട്ട് കാൽസ്യം, വൈറ്റമിൻ B12, വൈറ്റമിൻ D ഡെഫിഷ്യൻസി. നമ്മൾ പലപ്പോഴും ഡയറ്റിങ്ങിൽ പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കും. അപ്പം നമ്മൾ അതിന് പകരം നമുക്ക് മെയിനായിട്ട് നമ്മുടെ മലയാളികൾ കാൽസ്യം കിട്ടുന്ന ഒന്ന് പാലാണ്. അത് ഒഴിവാക്കിക്ക് കുഴപ്പമില്ല. പകരം ഒരു കാൽസ്യം സോഴ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇലക്കറികൾ കഴിച്ചു. ഇലക്കറികൾ കാൽസ്യത്തിന് നല്ലൊരു സോഴ്സാണ്. മുരിങ്ങയിലയാകാം, ചുമന്ന ചീരയാകാം, കുപ്പച്ചീരയാകാം, മത്തൻ്റെ ഇലയാകാം. ഇലക്കറികൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് കാൽസ്യം കിട്ടും. അതുപോലെ തന്നെ മുട്ട, ചെറുമീനുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് കാൽസ്യം വരും. അതുപോലെ ഇലക്കറികളൊക്കെ അയണിൻ്റെയും നല്ലൊരു സോഴ്സാണ്. അപ്പോൾ മുടി ഈ ഡയറ്റ് ചെയ്യുമ്പോൾ കൊഴിയുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. ഇളം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ D നമുക്ക് ലഭിക്കുന്നതിന് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ B12 വെജിറ്റേറിയൻസിന് ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലും കാണുന്നത്. തൈര് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി തടഞ്ഞ് നമുക്ക് മെലിയാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സിൻ്റെ കുറവ്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള ഹെൽത്തി ബാക്ടീരിയ ആണ്. നമ്മുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെയും അതുപോലെ സർട്ടൻ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ആ ഹെൽത്തി ബാക്ടീരിയ. അതുപോലെ തന്നെ നമ്മുടെ ടോക്സിൻസ് ആയിട്ടുള്ള ആഹാരം, പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ ഒത്തിരി കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയ നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മുടെ വലിയ വണ്ണം കുറയാൻ തടയും. അതുപോലെ തന്നെ നമുക്ക് വയറിന് പ്രശ്നമുണ്ടാക്കും, ഡൈജഷൻ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ ഹെൽത്തി ബാക്ടീരിയസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഒരു പ്രോബയോട്ടിക് ഉൾപ്പെടുത്തുക. നമ്മുടെ മലയാളികൾക്ക് പ്രോബയോട്ടിക് സോഴ്സുകൾ കുറവാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തൈരും യോഗട്ടുമാണ്. അപ്പോൾ അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോബയോട്ടിക് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും തൈര് ഉപയോഗിക്കാത്ത ദിവസം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത് പ്രോബയോട്ടിക് നമ്മളെ വണ്ണം കുറയാൻ ഉള്ള ആ തടസ്സം മാറ്റുന്നതിന്, ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഒഴിവാക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധാരണയായിട്ട് എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക. സ്ട്രെസ്, ടെൻഷനൊക്കെ കുറയ്ക്കുക. സ്ട്രെസ് കുറയ്ക്കാനൊരു ഇഞ്ചിക്കിഴിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഉറങ്ങുക.
നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. നിങ്ങൾക്ക് വിശപ്പുള്ള സമയത്ത് ലോ കലോറി ഫുഡ് ഇട്ടിട്ടുണ്ട്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്, അത് ശീലമാക്കാം. സാലഡ്സ് കൂടുതൽ കഴിക്കാം, സൂപ്പ് കൂടുതൽ, പുറത്തുനിന്നുള്ളതല്ല വീട്ടിലുണ്ടാക്കുന്നത്. സൂപ്പ് നമ്മൾ ആഹാരത്തിന് മുൻപ് കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെലിയാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നതെന്നാണ് ഒമേഗ-3 കുറവ്. ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അത് സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വേണ്ട ഹെൽത്തി ഫാറ്റ് നമുക്ക് ഡയറ്റിൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ചീത്തയായിട്ടുള്ള ഫാറ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതും ഈ വണ്ണം കുറയാണ്ടിരിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ഫാറ്റ് ഉൾപ്പെടുത്തുക. അതിന് നമ്മുടെ ഡയറ്റിൽ നട്ട്സുകളും സീഡ്സുകളും ഉൾപ്പെടുത്തുക. ഇപ്പോൾ നട്ട്സും സീഡ്സും കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയൊക്കെ മതി. ഇപ്പോൾ ബദാമും വാൽനട്ടും ഒന്നും വേണ്ട, പകരം നമ്മുടെ സാധാരണ നിലക്കടല ഒരു പിടി കഴിച്ചാൽ മതിയാകും. പിന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് PCOD ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ സീഡ്സ് നല്ലതാണ്. പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, എന്തെങ്കിലും ഒരു സീഡ്സും നമ്മുടെ ഡയറ്റിൽ, അതൊന്നും ഒത്തിരി ഒന്നും വേണ്ട, 1 ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ അതിന്റെ വ്യത്യാസം നമുക്ക് വേണ്ട ഹെൽത്തി ഫാറ്റ് ഉണ്ടാകും. പിന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒമേഗ-3 നല്ല സോഴ്സാണ്. നമ്മുടെ മത്തി, അയല അങ്ങനത്തെ മീനുകളൊക്കെ കഴിക്കുന്നത് ഒമേഗ-3 നമുക്ക് ബോഡിക്ക് കിട്ടാൻ സഹായിക്കും. ഏറ്റവും നല്ലൊരു സോഴ്സ് ഫ്ലാക്സ് സീഡാണ്, വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും. അതിപ്പോൾ ഒരു 10 ഗ്രാമൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഒമേഗ-3 അത് ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഡയറ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും നിങ്ങൾക്ക് മടിയുണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വണ്ണം ഒരു ഡയറ്റ് കഴിഞ്ഞ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഈ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വണ്ണം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ണം കൂടത്തുമില്ല. വണ്ണം ഇനിയിപ്പോൾ ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്